നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം വേണമെന്ന ആവശ്യവുമായി CPI ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഒരടി പിന്നോട്ടില്ല. ഇന്ന് കഴിഞ്ഞ ദിവസം ചേർന്ന CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പദവി സംബന്ധിച്ച് ഒരു വിട്ടുവീഴ്ചയും വേണ്ടെന്ന തീരുമാനത്തിലാണ് CPI എത്തിയിരിക്കുന്നത്. ആവശ്യപ്പെടും. ഇനി ആവശ്യം അംഗീകരിക്കപ്പെട്ടില്ലെങ്കിൽ എന്താണ് CPIയുടെ മുന്നോട്ടുള്ള തീരുമാനം എന്ന ചോദ്യവും ഉയരുകയാണ്. ഒരു പിളർപ്പിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണോ? പക്ഷേ അതിനനുവദിക്കാതെ കാര്യങ്ങൾ പരിഹരിക്കപ്പെടുമോ? അങ്ങനെ അനവധി ചോദ്യങ്ങൾ ഉയരുകയാണ്. പാർട്ടിയുടെ ആത്മാഭിമാനം CPMന് മുന്നിൽ പണയം വയ്ക്കേണ്ടതില്ലെന്നും വിട്ടുവീഴ്ച ചെയ്ത് ഐക്യം നിലനിർത്തേണ്ട സാഹചര്യമില്ലെന്നും CPI സെക്രട്ടേറിയറ്റ് അഭിപ്രായപ്പെട്ടു. എല്ലാ സമയത്തും CPI ആണ് പല വിട്ടുവീഴ്ചകൾക്കും തയ്യാറാകുന്നത്. അത് പാർട്ടിക്ക് ഗുണകരമാകില്ലെന്നും അംഗങ്ങൾ പറഞ്ഞു. എപ്പോഴും വിട്ടുവീഴ്ച ചെയ്യേണ്ട ആവശ്യമില്ല, എപ്പോഴും ആത്മാഭിമാനം പണയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നും CPI ഇപ്പോൾ കടുത്ത നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. പ്രതിപക്ഷ ഉപനേതാവായി KN ബാലഗോപാലിനെ നിശ്ചയിച്ച് CPM മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ മുന്നണി വലിയ ഉലച്ചിലുണ്ടാകാനുള്ള സാധ്യതയുണ്ടാകും. എന്തായാലും വലിയൊരു തർക്കത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. തർക്കത്തെ തുടർന്ന് സംയുക്ത നിയമസഭാ കക്ഷി യോഗം വിളിക്കാൻ കഴിയാത്ത പ്രതിസന്ധിയിലാണ് LDF നിലവിലായിരിക്കുന്നത്. മുന്നണി എല്ലാ പാർട്ടികളുടേതുമാണെന്നും ഒരു പാർട്ടിയുടേത് മാത്രമല്ലെന്നുമാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം. ആവശ്യം നിരസിക്കപ്പെട്ടാൽ സഭയിൽ പ്രത്യേക ബ്ലോക്കായി ഇരിക്കണമെന്ന അഭിപ്രായം പാർട്ടിയിൽ ഉയർന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പദവി സംബന്ധിച്ച ആവശ്യം CPI സംസ്ഥാന സെക്രട്ടറി പരസ്യമായി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പിന്നോട്ടു പോകാൻ കഴിയാത്ത അവസ്ഥയാണ് പാർട്ടിക്കുള്ളത്. എന്തായാലും പ്രതിപക്ഷ ഉപനേതാവ് പദവിയിൽ നിന്ന് പിന്നോട്ട് പോകേണ്ട എന്നാണ് CPI സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ തീരുമാനം. പാർട്ടി അഭിമാനം CPMന് മുന്നിൽ പണയം വയ്ക്കേണ്ടതില്ലെന്നും വിട്ടുവീഴ്ച ചെയ്ത് ഐക്യം നിലനിർത്തേണ്ട സാഹചര്യമില്ലെന്നും CPI വിലയിരുത്തൽ. എന്തായാലും ഈ ഒരു ചർച്ച ഇനി വരും ദിവസങ്ങൾ കൊഴുക്കും. ഈ ഒരു ആവശ്യവും ശക്തിയായിട്ട് തന്നെ CPI ആ ഒരു ആവശ്യത്തിൽ നിലപാടിൽ ഒട്ടും മാറ്റമില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ പദവിയെ ചൊല്ലി LDFൽ CPM തമ്മിൽ കൊമ്പ് കോർക്കുന്ന സാഹചര്യം ഉടലെടുക്കുകയാണ്. അതൊരു വലിയൊരു അടിയിലേക്ക് പോകുമോ, വലിയൊരു തർക്കത്തിലേക്ക്, അതും തർക്കവും കടന്നു പോകുമോ എന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട്. പ്രതിപക്ഷ നിരയിൽ രണ്ടാമത്തെ വലിയ ഒറ്റകക്ഷിയായ CPI ഉപനേതൃ പദവി വേണമെന്ന കടുംപിടുത്തം തുടരുന്നുണ്ട്. വിട്ടുവീഴ്ച ആവശ്യമില്ലെന്നും പരസ്യമായി ആവശ്യപ്പെട്ട ഒന്നാണ് ഈ പദവി, അതിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടതില്ല എന്നും CPI നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. എന്നാൽ പ്രതിപക്ഷ ഉപനേതൃ പദവി നൽകാനാകില്ല എന്ന നിലപാടിലാണ് CPM. ഇടതുമുന്നണി പ്രതിപക്ഷത്തിരുന്ന കാലത്തെല്ലാം ഉപനേതാവ് പദവി വഹിച്ചിരുന്നത് CPM തന്നെയാണെന്നുള്ള കീഴ്വഴക്കം ചൂണ്ടിക്കാട്ടിയാണ് CPM നിലപാട് കടുപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇരു പാർട്ടികളുടെ സംസ്ഥാന സെക്രട്ടറിമാർ നടത്തിയ ചർച്ച വലിയ രീതിയിൽ പരാജയപ്പെട്ടിരുന്നു. മാത്രമല്ല, മുന്നണിയിൽ എന്തെങ്കിലും ഒരു ധാരണ വരുന്നതിന് മുന്നേ തന്നെ ഉപനേതൃ പദവി പരസ്യമായി ബിനോയ് വിശ്വം ആവശ്യപ്പെടുകയുണ്ടായി. ഇതും CPIയിൽ വലിയ രീതിയിലുള്ള ഒരു അമർഷത്തിൽ ഇടയാക്കിയിരിക്കുകയാണ്. നിയമസഭയിൽ പ്രത്യേക ബ്ലോക്കായി ഇരുന്ന് പ്രതിഷേധം അറിയിക്കാമെന്നാണ് ഒരു വിഭാഗത്തിന്റെ നിലപാട്. അത്തരത്തിൽ കാര്യങ്ങൾ നീങ്ങുമോ എങ്കിൽ അത് CPMനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഒരു വെല്ലുവിളി തന്നെയായിട്ട് മാറും. ഇത്തരത്തിൽ CPIയും CPMും തമ്മിൽ കൊമ്പ് കോർക്കുകയാണ്. ഇനി നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകാം. പാർട്ടിയുടെ മുൻ സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ വിനോദിനി കോടിയേരി നിർണായകമായ ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. പാർട്ടിക്കെതിരെ, പാർട്ടി നേതൃത്വത്തിനെതിരെ, പ്രത്യേകിച്ച് ഒരു നേതാവിനെതിരെ. എന്താണ് വിനോദിനിയുടെ പരാതി എന്ന് നോക്കാം. വിശദമായി ആ വാർത്തയിലേക്ക് കൂടി കടക്കുകയാണ്. കോടിയേരിയുടെ മരണശേഷം CPMന്റെ ഉന്നത നേതൃത്വത്തിൽ നിന്ന് നേരിട്ട ക്രൂരമായ അവഗണന എണ്ണി പറയുകയാണ് വിനോദിനി. നേതാക്കൾ കുടുംബത്തെ തിരിഞ്ഞുപോലും നോക്കിയില്ല എന്നും വിനോദിനി ആരോപിക്കുന്നു. കേരളത്തിൽ പ്രധാന സ്ഥാനം വഹിക്കുന്ന ഒരു PB അംഗം ആ വ്യക്തിയെ ആവശ്യത്തിന് വിളിച്ചാൽ ഫോൺ പോലും എടുക്കാറില്ല എന്നാണ് വിനോദിനി ആരോപിക്കുന്നത്. 4 വർഷത്തിനിടെ ഒരിക്കൽ പോലും കുടുംബത്തിന്റെ സൗഖ്യം അന്വേഷിച്ചില്ല എന്നും വിനോദിനി വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല, CPM പാർട്ടി നേതൃത്വത്തിനെതിരെ തുറന്നടിക്കലാണ് വിനോദിനിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. CPM ഉന്നത നേതൃത്വം അവഗണിക്കുന്നുവെന്ന് വളരെ ഓപ്പണായിട്ട് തന്നെ പറഞ്ഞിരിക്കുകയാണ് പാർട്ടിയുടെ മുൻ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ കൂടിയാണ് അവർ. എന്തായാലും വളരെ ആരോപണങ്ങളൊക്കെ, പ്രത്യേകിച്ച് കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹം അന്തരിച്ച സമയത്ത് അദ്ദേഹത്തിന് വേണ്ട രീതിയിലുള്ള ഒരു, അതായത് ഈ സംസ്കാര ചടങ്ങുകൾ, ഈ സംസ്ഥാനം മുഴുവൻ അദ്ദേഹത്തിൻ്റെ മൃതദേഹവുമായി പൊതുദർശനത്തിന് വയ്ക്കണമെന്ന ആവശ്യം പോലും അംഗീകരിക്കപ്പെട്ടില്ല. പാർട്ടിയുടെ നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് അത്തരത്തിലൊരു അവഗണന ഉണ്ടായി എന്ന ആരോപണങ്ങളൊക്കെ ഒരു വശത്ത് നിൽക്കുന്നതിനിടയിലാണ് അദ്ദേഹത്തിൻ്റെ
മരണശേഷവും പാർട്ടി കാണിച്ച അവഗണനയെക്കുറിച്ച് വിനോദിനി കോടിയേരി പ്രതികരിച്ചിരിക്കുന്നത്, തുറന്നടിച്ചിരിക്കുന്നത്. പച്ചക്കുതിര എന്ന മാസികയിലെ ഇന്റർവ്യൂവിലാണ് വിനോദിനി കോടിയേരി ഇത്തരത്തിലൊരു തുറന്നു പറച്ചിൽ നടത്തിയിരിക്കുന്നത്. താൻ പറയുന്നത് സാധാരണ പ്രവർത്തകരെ കുറിച്ചല്ല, വലിയ നേതാക്കളെ കുറിച്ചാണ്. അവരൊന്ന് ഇവിടെ വരികയും സംസാരിക്കുകയും ചെയ്യണമെന്നല്ല. സ്വന്തം പോക്കറ്റിലുള്ള ഫോൺ എടുത്തൊന്ന് സംസാരിക്കാൻ പോലും ആർക്കും തോന്നാത്തൊരു കാര്യമായി ഇത് മാറിയോ? മാത്രമല്ല, പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടി ശുപാർശയ്ക്കൊന്നുമല്ല, പാർട്ടിയിലെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ പലതവണ താൻ വിളിച്ചിട്ടും ഫോൺ എടുത്തില്ല, തിരിച്ചു വിളിച്ചതുമില്ല. വ്യക്തിപരമായ കാര്യം സാധിക്കാനായിരിക്കും വിളിക്കുന്നതെന്നോ മറ്റോ അദ്ദേഹം കരുതുന്നുണ്ടോ എന്നറിയില്ല. ആഭ്യന്തരമന്ത്രിയും സംസ്ഥാന സെക്രട്ടറിയും പൊളിറ്റ് ബ്യൂറോ അംഗവുമായി ഇരുന്ന കോടിയേരിയുടെ മരണം നടന്ന 4 വർഷത്തിനിടയിൽ എനിക്കുണ്ടായ അനുഭവമാണ് ചൂണ്ടിക്കാണിക്കുന്നതെന്നാണ് വിനോദിനി കോടിയേരി വ്യക്തമാക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള അവഗണന നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. പാർട്ടി പ്രവർത്തകരെ കുറിച്ചോ സാധാരണ പ്രവർത്തകരെ കുറിച്ചോ അല്ല പറയുന്നത്, പാർട്ടിയിലെ നേതൃത്വത്തിനെതിരെയാണ് താൻ പറയുന്നതെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് വിനോദിനി ബാലകൃഷ്ണൻ പാർട്ടിക്കെതിരെ അതിശക്തമായി ആഞ്ഞടിച്ചിരിക്കുന്നത്. മാത്രമല്ല, വിനോദിനി എടുത്തു പറയുന്നുണ്ട്, പിണറായി വിജയൻ അല്ല ആ നേതാവ്. പിണറായിയെ ഫോൺ വിളിച്ചാൽ അദ്ദേഹം എടുക്കും, അല്ലെങ്കിൽ അപ്പോൾ എടുത്തില്ല എങ്കിൽ അദ്ദേഹം പിന്നീട് തിരിച്ചു വിളിക്കുകയെങ്കിലും ചെയ്യും. അപ്പോൾ താൻ പിണറായി വിജയൻ അല്ല ഉദ്ദേശിക്കുന്നത്, മറ്റൊരു പ്രമുഖനായ നേതാവിനെ കുറിച്ചാണ് പറയുന്നതെന്ന് പറയുന്നുണ്ട്. എന്തായാലും ആ പ്രമുഖനായ നേതാവ് MV ഗോവിന്ദനാണ് എന്ന് തന്നെയാണ് അനുമാനിക്കാൻ സാധിക്കുന്നത്. പച്ചക്കുതിര എന്ന് പറയുന്ന ഒരു മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഇത്തരത്തിലുള്ള തുറന്നു പറച്ചിൽ വിനോദിനി നടത്തിയിരിക്കുന്നത്. എന്തായാലും ഈ ഒരു മാസികയിൽ അച്ചടിച്ചു വന്ന വാചകങ്ങളാണ്. പ്രതികരണം ആരാഞ്ഞപ്പോൾ തനിക്ക് ഈ വിഷയത്തിൽ കൂടുതലൊന്നും പ്രതികരിക്കാനില്ല എന്നാണ് വിനോദിനി പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ബിനീഷ് കോടിയേരിക്ക് പാർട്ടി അംഗത്വം പുതുക്കി കൊടുക്കണമെന്ന ചോദ്യം വന്നപ്പോൾ MV ഗോവിന്ദൻ നടത്തിയ ഒരു പ്രതികരണമുണ്ട്. അത് ആലോചിച്ചെടുക്കേണ്ട തീരുമാനമാണ്, ആലോചിച്ച ശേഷം മാത്രമേ അത്തരത്തിലുള്ള തീരുമാനം ഉണ്ടാകൂ എന്നതടക്കമുള്ള, അതായത് ബിനീഷിന് പാർട്ടി നേതൃത്വം പാർട്ടി അംഗത്വം പുതുക്കി നൽകേണ്ടതില്ല എന്നൊരു നിലപാട് അദ്ദേഹം, ഒരു സമീപനമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. പ്രത്യേകിച്ച് ഈ തിരഞ്ഞെടുപ്പ് വലിയ പരാജയം LDF നേരിടുന്നു. ഇതിനു പിന്നാലെ ബിനീഷ് കോടിയേരി പങ്കുവച്ചൊരു ഫേസ്ബുക്ക് കുറിപ്പ്, അതായത് പുഷ്പനെ കോടിയേരി ബാലകൃഷ്ണൻ സന്ദർശിക്കുന്ന ചിത്രം പങ്കുവെച്ചുകൊണ്ട് ഒരേ ഒരു കോടിയേരി എന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ബിനീഷ് കോടിയേരി പങ്കുവച്ചിരുന്നു. അതിന് പിന്നിൽ അത് ഇത്തരത്തിലൊരു കോടിയേരിയെ പോലെ ഒരു പാർട്ടി സെക്രട്ടറി ആകാൻ മറ്റൊരാൾക്കും കഴിയില്ല. കോടിയേരിക്ക് ശേഷം പാർട്ടി സെക്രട്ടറി സ്ഥാനത്തേക്ക് വന്ന MV ഗോവിന്ദൻ ആ സ്ഥാനത്ത് മികച്ച രീതിയിൽ പ്രകടനം നടത്തുന്നില്ല എന്നതടക്കമുള്ള ഒരുപാട് അർത്ഥങ്ങളുള്ള ഒരു ചിത്രമായിരുന്നു പങ്കുവച്ചത്. ഇത് അക്ഷരാർത്ഥത്തിൽ MV ഗോവിന്ദനെ ചൊടിപ്പിച്ചിരുന്നു. ഇത്തരത്തിൽ കോടിയേരി കുടുംബത്തിന് MV ഗോവിന്ദനെതിരെ ചില മുറുമുറുപ്പുകളുണ്ട്, അദ്ദേഹത്തിനെതിരെ ചില അമർഷങ്ങളുണ്ട്. അതിനിടയിലാണ് പേര് പറയാതെ ഇപ്പോൾ വിനോദിനി ഒരു മുതിർന്ന നേതാവിനെതിരെ ആഞ്ഞടിച്ചു വന്നിരിക്കുന്നത്. ആ വ്യക്തി പ്രമുഖനാണ്, പ്രമുഖ നേതാവാണ്, വിളിച്ചാൽ ഫോൺ എടുത്തില്ല. മാത്രമല്ല, പാർട്ടി യാതൊരു രീതിയിലുള്ള ഒരു തിരിഞ്ഞു നോക്കൽ പോലും കോടിയേരിയുടെ മരണത്തിന് ശേഷം നടത്തിയിട്ടില്ല എന്നതടക്കമുള്ള വലിയ ആരോപണമാണ് പാർട്ടിക്ക് നേരെ ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത്.